നമസ്കാരം. വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് കേരള സംസ്ഥാന സർക്കാർ. സംസ്ഥാന ഖജനാവിൽ 5 നയാ പൈസയില്ല. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിരിക്കുന്നു, വിധവാ പെൻഷനുകൾ മുടങ്ങിയിരിക്കുന്നു. KSRTCയിൽ വല്ലപ്പോഴും മാത്രമാണ് ശമ്പളം കൊടുക്കുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും കൃത്യമായി കിട്ടിയിട്ടില്ല. ഇനി വരും മാസത്തിലും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങും എന്ന് തന്നെയാണ് ഇപ്പോഴും പുറത്തു വരുന്ന വിവരങ്ങൾ. കേന്ദ്ര സർക്കാർ കനിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വരും മാസങ്ങളിലും സംസ്ഥാന സർക്കാരിന് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് സാമ്പത്തികമായി കേരളം തകർന്നു പോയിരിക്കുന്നു എന്നുള്ള നേർചിത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനിടയിൽ 2024 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിരിക്കുന്നു. 2024 തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ വേണ്ടി എല്ലാ രാഷ്ട്രീയ മുന്നണികളും തിരക്കിട്ട് ചർച്ച നടത്തുന്നു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിനിടയിൽ CBIയുടെയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെയും EDയുടെയും എല്ലാം അന്വേഷണ പരിധിയിൽ വരുന്നു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയനും എന്നുള്ളത് ഏറെ എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. CMRL എന്ന കമ്പനിയിൽ നിന്നും 1,72,00,000 രൂപ മാസപ്പടിയായി കോഴയായി വീണ വിജയൻ കൈപ്പറ്റി എന്നുള്ളതിന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെയും EDയുടെയും അന്വേഷണം നടക്കുന്നു. വീണ വിജയന് ED നോട്ടീസ് അയച്ചിരിക്കുന്നു, ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് പറഞ്ഞുകൊണ്ട്. ഈ അവസരത്തിൽ തന്നെയാണ് EDയുടെയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെയും CBIയുടെയും എല്ലാം അന്വേഷണ പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇത്തരം അന്വേഷണങ്ങൾ നടക്കുമ്പോൾ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതായത് കേന്ദ്ര സർക്കാർ പാസാക്കിയ പൗരത്വ ഭേദഗതി ബിൽ ഒരു കാരണവശാലും കേരളത്തിൽ കൊണ്ടുവരില്ല എന്ന് മുഖ്യമന്ത്രി പല വേദികളിലും തുറന്നടിച്ചിട്ടുണ്ടായിരുന്നു. മതാതീത രാഷ്ട്രമായി ഇന്ത്യയെ മാറ്റുവാൻ കേരളം ഒരു കാരണവശാലും അനുവദിക്കില്ല. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കേരളത്തിലെ CPM എന്ന പാർട്ടിയും ഒരു കാരണവശാലും അതിന് കൂട്ടുനിൽക്കില്ല. ഇത് മതേതര രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ മതാധിഷ്ഠിതമായ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഉണ്ടാക്കിയെടുത്ത പൗരത്വ ഭേദഗതി ബിൽ ഒരു കാരണവശാലും കേരളത്തിൽ നടപ്പിൽ വരുത്തില്ല എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പലവരും പറഞ്ഞത്. കേന്ദ്രം ഒരു നിയമം പാസാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാർലമെന്റ് ഒരു നിയമം പാസാക്കി കഴിഞ്ഞാൽ അത് കേരളത്തിലെ നിയമസഭയ്ക്കോ കേരളത്തിനോ അംഗീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ വിസ്മരിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് കള്ളം പറയുന്നത്, ജനങ്ങളെ കബളിപ്പിക്കുന്നത്. അതെന്ത് തന്നെയായാലും പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ മലപ്പുറം അടക്കമുള്ള കേരള സംസ്ഥാനത്തിലെ വിവിധ മേഖലകളിൽ പലയിടങ്ങളിലായി പലപ്പോഴും പ്രക്ഷോഭങ്ങളും സമരങ്ങളും സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. ഇത്തരത്തിൽ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടക്കുമ്പോൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പും പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസും 885 കേസുകളാണ് ഇത്തരത്തിൽ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ പ്രക്ഷോഭണം നടത്തിയ പ്രക്ഷോഭകാരികൾക്കെതിരെ കൈക്കൊണ്ടിരുന്നത്. ഈ 885 കേസുകളിൽ 629 എണ്ണം പിൻവലിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചത്. അതായത് പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ പ്രക്ഷോഭം നടത്തിയ പ്രക്ഷോഭകാരികൾക്കെതിരെ 825 കേസുകളാണ് കേരളം എടുത്തിരുന്നത്. ഈ കേസുകളിൽ 629 കേസുകൾ പിൻവലിച്ചു എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറയുന്നത്. ഇത് BJP സർക്കാരിനെ സുഖിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ സമരം ചെയ്തവർക്കെതിരെ കേസെടുത്തത് എന്നാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞു വരുത്തിയിരുന്നത്. ഇവിടെയാണ് മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നത്. പൗരത്വ ഭേദഗതി ബിൽ ഒരു കാരണവശാലും കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ പ്രക്ഷോഭണം നടത്തിയ ആളുകൾക്കെതിരെ ആഭ്യന്തര വകുപ്പിനെയും തന്റെ പോലീസുകാരെയും ചേർത്തുകൊണ്ട് കേസെടുക്കുന്നു. ഇത് BJP സർക്കാരിനെ സുഖിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ കേസെടുത്തത് എന്നാണ് VD സതീശൻ പറഞ്ഞത്. എന്നാൽ അത്തരം എടുത്ത കേസുകളിൽ 855 കേസുകളിൽ 629 കേസുകൾ മുഖ്യമന്ത്രി പിൻവലിച്ചിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് പിൻവലിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ഇത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ആദ്യം കേസെടുക്കുകയും പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കേസ് പിൻവലിക്കുകയും ചെയ്തത് എന്നാണ് VD സതീശൻ അടക്കമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ ചോദിച്ചത്, രാഷ്ട്രീയ പ്രവർത്തകർ ചോദിച്ചത്. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്, വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുവാനാണ് മുഖ്യമന്ത്രി പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ പ്രക്ഷോഭം നടത്തിയ ആളുകൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിച്ചത് എന്നാണ് ഇപ്പോൾ പരക്കെ അഭിപ്രായങ്ങൾ ഉയരുന്നത്. അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ എടുത്ത കേസുകൾ പിൻവലിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അതിൽ കൃത്യമായ മുഖ്യമന്ത്രിക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. കോൺഗ്രസ് ഈ അറസ്റ്റിനെയും അല്ലെങ്കിൽ ഇത്തരം കേസുകളെയും രാഷ്ട്രീയപരമായി ഉപയോഗിക്കാതിരിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി കൃത്യമായ രീതിയിൽ തന്നെ കരുക്കൾ നീക്കിയിരിക്കുന്നു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ കിട്ടുവാൻ വേണ്ടി അവർക്കെതിരെ കൈക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി ബില്ലിന് ഏറ്റവും കൂടുതൽ സമരപ്രക്ഷോഭങ്ങൾ നടത്തിയത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കൈക്കൊണ്ട 629 കേസുകളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിൻവലിച്ചിരിക്കുന്നത് എന്നറിയുമ്പോൾ ഇത് ന്യൂനപക്ഷ പ്രീണനം തന്നെയാണ് എന്ന് പറയുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേരളത്തിലെ BJP ഘടകങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്
ഹർജി കൊടുത്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ കൃത്യമായ വിശദീകരണം ചോദിച്ചുകൊണ്ട് കേരള സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചിരിക്കുന്നു. അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുന്നു. 1924 മാർച്ച് 14 തീയതിയാണ് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. ഇതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നതെങ്കിൽ കൃത്യമായ വിശദീകരണം കിട്ടുന്നതിന് മുറയ്ക്ക് നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പ്രീണന നയങ്ങളോ പ്രലോഭനങ്ങളോ അടങ്ങിയ പ്രഖ്യാപനങ്ങൾ സർക്കാരോ രാഷ്ട്രീയ സംഘടനകളോ നടത്താൻ പാടില്ല എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റച്ചട്ടത്തിൽ എടുത്തു പറയുന്നത്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി ഇത്തരം കേസുകൾ പിൻവലിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണ് എന്നാണ് BJP എടുത്തു പറയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം എന്താണ് എന്നറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇനി തുടർ നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊള്ളാൻ പോകുന്നത്. അത് ഏത് തരത്തിലായിരിക്കും, എങ്ങനെയായിരിക്കും കേരളത്തെയും മുഖ്യമന്ത്രിയെയും ഇത് ബാധിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. നമുക്ക് കാത്തിരിക്കാം.